ഹലോ നമസ്കാരം, ഞാൻ മിനി. വെൽക്കം ടു മിനീസ് ലൈഫ് സ്റ്റൈൽ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു 4 മണി പലഹാരമാണ്, വഴുതനങ്ങ ബജി. വഴുതനങ്ങ ബജി ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ: ഞാൻ 5 വഴുതനങ്ങയാണ് എടുത്തിരിക്കുന്നത്, 1 സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മസാലപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, വറുക്കാനാവശ്യമായ എണ്ണ, ഒരു 4 സ്പൂൺ കടലമാവാണ് എടുത്തിരിക്കുന്നത്, ഒരു 4 സ്പൂൺ എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഈ സാധനം എല്ലാം ഇടുക, മസാല എല്ലാം ഇടുക. ഒരു കപ്പ് വെള്ളം ഒഴിക്കുക. തിക്കായിട്ട് കലക്കരുത്, ഒരുപാട് ലൂസും ആയിരിക്കരുത്. ഒരു കപ്പ് വെള്ളം ചേർത്തിട്ടില്ല, ഇത്രയും എടുത്തിട്ടുള്ളൂ. കട്ട എല്ലാം ഉടച്ച് നല്ലതുപോലെ കലക്കിയെടുക്കണം. ഇത്ര ലൂസായിട്ട് ഇരിക്കണം. മാവ് റെഡി. വഴുതനങ്ങ ചെറുതായിട്ട് കട്ട് ചെയ്യണം, സ്ലൈസായിട്ട് കട്ട് ചെയ്യണം. ഇത് ഞങ്ങളുടെ സ്വന്തം പച്ചക്കറി കൃഷിയാണ്, ഞങ്ങളുടെ പറമ്പിൽ നിന്ന് തന്നെ പറിച്ചതാണ്. ഇതങ്ങ് പോട്ടെ, അടുത്ത വിട്ട് നമുക്ക് എടുക്കാം. വളരെ കനം കുറച്ച് ഇങ്ങനെ അരിഞ്ഞെടുക്കണം. പെട്ടെന്ന് ചെയ്തെടുക്കാവുന്ന ഒന്നാണ്. നമ്മൾ ചായ ഇടുന്ന നേരം കൊണ്ട് നമ്മുടെ ബജിയും റെഡിയാവും. നിങ്ങളിതൊക്കെ കണ്ടിട്ടൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യണം, കൂട്ടുകാരുമായിട്ടൊക്കെ ഷെയർ ചെയ്യണം. 4 മണിക്കൊക്കെ അവരും വഴുതനങ്ങ ബജിയൊക്കെ ഉണ്ടാക്കി കഴിക്കട്ടെ. കുട്ടികൾക്കൊക്കെ വഴുതനങ്ങ കഴിക്കാൻ ഭയങ്കര മടിയാണ്. ഇങ്ങനെ നിങ്ങളൊന്ന് ഉണ്ടാക്കി കൊടുത്തു നോക്കൂ, തീർച്ചയായിട്ടും അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെടും. വെറൈറ്റി ആയിട്ട് എന്തെങ്കിലുമൊക്കെ മാറി മാറി കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. ഇത് വഴുതനങ്ങയാണെന്ന് പോലും പറയത്തില്ല. ബജിയാക്കുമ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കണം, കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടും. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു ബെൽ ഐക്കൺ വരും, അതിലൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്കിങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഓരോ റെസിപ്പീസുകളൊക്കെ ഞാൻ ഇടുന്നുണ്ട്, അതൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മുടെ ഗ്യാസ് കത്തിക്കുകയാണ്. തവ വെച്ചു, എണ്ണ ഒഴിക്കാം. എണ്ണ നല്ലതുപോലെ ചൂടായതിന് ശേഷം ഈ വഴുതനങ്ങ ഈ മാവിൽ മുക്കി എണ്ണയിലോട്ട് ഇടുക. എണ്ണ ചൂടായോ ഇല്ലെന്ന് അറിയാനായിട്ട് ഒരു സ്വല്പം മാവ് അതിലോട്ട് ഒഴിച്ച് നോക്കിയാൽ മതി. പെട്ടെന്ന് ചാടി വരുമെന്നുണ്ടെങ്കിൽ എണ്ണ പരുവായിട്ടുണ്ട്. അപ്പം നമുക്ക് മാവ് ഇതിലോട്ട് വഴുതനങ്ങ മുക്കി വറുത്ത് കോരി എടുക്കാം. പെട്ടെന്ന് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുക. ഒരു സൈഡ് മൂത്തതിന് ശേഷം തിരിച്ചിടുക. നല്ല ക്രിസ്പി ആയിട്ടിരിക്കണം. ചൂടോടെ കഴിക്കാൻ നല്ലതാണ്, ചായക്ക് നല്ലൊരു കടിയാണിത്. തീർച്ചയായിട്ടും നിങ്ങളിത് ഉണ്ടാക്കി നോക്കണം. മൈദ വെച്ച് നല്ല കിടിലൻ മുറുക്കൊക്കെ ഉണ്ടാക്കി ഇട്ടിട്ടുണ്ട്. നിങ്ങളത് കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും കാണണം, കാണാത്തവരൊക്കെ കാണണം. കുറേ ഐറ്റം ഇട്ടിട്ടുണ്ട്. നമുക്ക് കോരിയെടുക്കുകയാണ്. നല്ല ക്രിസ്പി ആയിട്ടിരിക്കുകയാണ്. ഇനി അടുത്ത ഇട്ട് കൊടുക്കാം. അതുപോലെ നമുക്ക് എല്ലാം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള വഴുതനങ്ങ ബജി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. നല്ലൊരു 4 മണി പലഹാരമാണ്, ചായയുടെ കൂടെ കടിക്കാനായിട്ട് നല്ലതാണ്. പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതാണ്, അതിനുവേണ്ടി സമയമൊന്നും എടുക്കത്തില്ല. ചായ വയ്ക്കുന്ന നേരം കൊണ്ട് നമുക്കിത് ഉണ്ടാക്കാവുന്നതാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. അല്ലാതെ നമ്മൾ വഴുതനങ്ങ കറി ഉണ്ടാക്കി കൊടുത്താലും അവർക്ക് ഇഷ്ടപ്പെടുകയില്ല. അപ്പം ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുത്തു നോക്കൂ, തീർച്ചയായിട്ടും അവർക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾ ചെയ്തിട്ടൊന്ന് ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ഐക്കൺ വരും. അപ്പോൾ നല്ല റെസിപ്പിയായിട്ട് ഇനി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.